നല്ല പായസം കേട്ടോ. പൈനാപ്പിൾ പായസം, നല്ല അടിപൊളി പായസം ആണോ? ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. വലിയ ഏകദേശം ഒരു 1.5 കിലോ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ചെയ്യും? അപ്പോഴാണ് ആലോചിച്ച് ഏതായാലും നല്ല പഴുത്ത പൈനാപ്പിൾ നല്ലൊരു പായസം ചെയ്താലും. പൈനാപ്പിൾ പായസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൊടുത്തിട്ട് ഒരു പൈനാപ്പിൾ പായസം റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കിലോ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം. ഇനി ഇതൊന്ന് ചെത്തിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ മുള്ളൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി അരിഞ്ഞാൽ കിട്ടും. ചില ആൾക്കാർക്ക് തന്നെ ഇതിൻ്റെ അകത്ത് ഈ കാമ്പുണ്ടല്ലോ, അത് ഇഷ്ടമല്ല. ചിലർക്ക് അത് ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ചെത്തിക്കളഞ്ഞേക്കണം. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ കനം കുറച്ചങ്ങോട്ട്. ഇതിപ്പോൾ ഏത് ഷേപ്പ് വേണേലും ഇത് അരിഞ്ഞെടുക്കാമെന്ന് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് അരിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ 1.5 കിലോ അളവിലുള്ള ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെത്തി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തെ ഏകദേശം വേസ്റ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു കിലോ കഷ്ടിച്ചേ കാണത്തുള്ളൂ ചിലപ്പോൾ കേട്ടോ. അപ്പോൾ അതിനുള്ളതാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. പൈനാപ്പിളൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം അടുപ്പൊന്ന് കത്തിക്കുകയാണ്. അതിന് ശേഷം നമുക്കൊരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കും ശർക്കര ഉരുക്കാനായിട്ട്. ഇതൊരു 400 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൈനാപ്പിൾ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് വേണം ശർക്കരയൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. ഇതേപോലെ ഒരു അരപ്പാത്രം വെള്ളം കൂടി കൊടുക്കും. ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. നമ്മൾ ഈ ശർക്കര ഉരുക്കുമ്പോഴത്തേക്കും ഒരു തൂൽ പരുവൊന്നും ആകണ്ട കേട്ടോ. ഇതൊന്ന് ഉരുക്കിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതായിട്ട് ആ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. ഇപ്പോൾ ശർക്കരയൊക്കെ നമ്മളൊന്ന് അരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മണ്ണൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് പൈനാപ്പിൾ പായസം റെഡിയാക്കാം. ഒരു ഉരുളി അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കും. ഇപ്പം നമ്മൾ ഈ ഉരുളി ഒന്ന് ചൂടായ ശേഷം ആദ്യമേ ഒരല്പം നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം നെയ്യൊക്കെ ചൂടായതിന് ശേഷം ഒരല്പം ശർക്കര പാനി അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഈ പൈനാപ്പിൾ അങ്ങോട്ട് എടുക്കുക. ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് കൂട്ടി കൊടുക്കുക. ഈ ശർക്കരപ്പാനിക്കകത്ത് നമ്മൾ ഇതൊന്ന് വിളയിച്ചെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നല്ലപോലെ ഇളക്കി നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് വിളയിച്ചെടുക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റെങ്കിലും സമയമെടുക്കും കേട്ടോ. ഇത്ര സമയം ആയതിനു ശേഷം നമുക്കിനി വേണ്ടത് ബാക്കി ശർക്കരപ്പാനി കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം കുറച്ച് ചവ്വരി നമ്മളൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചവ്വരും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഏകദേശം ഒരു 50 ഗ്രാം കഷ്ടിച്ചേ ഉള്ളൂ കേട്ടോ ചവ്വരി. ഇനി ഇത് ഒന്നും കൊണ്ട് ഇളക്കി. അപ്പോൾ ഇത് നേരത്തെ തന്നെ ചവ്വരിയൊക്കെ ഒന്ന് വേവിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ തിളയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ പൈനാപ്പിളും അങ്ങ് വെന്തോളും. എന്നിട്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലോട് ഒഴിച്ചു കൊടുക്കണം. അതായത് ഇത് 2-ാം പാല്, 3-ാം പാലൊന്നും ഞാൻ എടുക്കുന്നില്ല, 2-ാം പാല് മാത്രം. ആ 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഒരു തേങ്ങായും ഒരു തേങ്ങയുടെ പകുതി, അതായത് 1.5 തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുത്ത്
നമുക്കറിയാമല്ലോ പായസത്തിൻ്റെ ഒരു കുറുകിയ പരുവില്ലേ, ആ പരുവം വരെ എത്തണം. അത്ര സമയം നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കും. ഒരല്പസമയം ആയിട്ടുണ്ട്. ധൃതി പിടിച്ചൊന്നും ചെയ്യല്ലേ, പതുക്കെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കാരണം ഇത് നല്ലപോലെ വെന്ത് കുറുകി വരണം. അതുകൊണ്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയാണ് അത് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം വേറെ ഉണ്ട്, ഏലക്കായും അല്ല ചുക്കുമൊക്കെ നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ ഒരല്പം കൂടുതൽ വേണോ കുറവ് വേണോ എന്ന് നോക്കണം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ചുക്കുപൊടി ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒരല്പം നെയ്യോടെ ഒഴിച്ച് കൊടുക്കുകയാണ്. കാര്യം പായസത്തിനെന്ന് പറയുമ്പോൾ ഒരല്പം നെയ്യൊക്കെ വേണം കേട്ടോ. ഞാനൊരല്പം നെയ്യോടെ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് തന്നെ ഇളക്കി. ഇതിൽ അടുപ്പത്തിരിക്കും തോറും ഇതിങ്ങനെ കുറുകിക്കൊണ്ടേയിരിക്കും. നമുക്കൊരല്പം ജീരകപ്പൊടിയും കൂടെ ചേർക്കാം. ജീരകപ്പൊടി എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ്, നല്ല ജീരകം. പായസത്തിനാകുമ്പോഴത്തേക്ക് ജീരകവും ഏലക്കാടയും ചുക്കിൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് തന്നെയായില്ലേ. ഞാൻ ഒരു നുള്ളി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നാണെന്നറിയാം, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം എന്തായാലും നല്ലപോലെ കുറുകിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതേ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതുണ്ട്, ഈ പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനായി കേട്ടോ. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും വേണം നമുക്ക് 1-ാം പാൽ, നല്ല കുറുകിയ 1-ാം പാലൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. 1-ാം പാൽ ഒഴിക്കുമ്പോഴത്തേക്കും അധികം വെള്ളം ചേർക്കാതെ വേണം 1-ാം പാൽ എടുക്കാൻ. അന്നേരം നല്ല ഒരു കട്ടിക്ക് നമുക്കത് എടുക്കാൻ പറ്റും. ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളച്ചൊന്നും പോകണ്ട കേട്ടോ. ഇതേപോലെ നല്ലപോലെ ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് താഴോട്ട് വെക്കാം. അവിടെ തണുക്കും തോറും ഇത് കുറുകിക്കൊണ്ടിരിക്കും. ഇനി ഇതേപോലെ ചെറിയ ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. ഒരല്പം നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള പായസങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വേണം അല്ലേ. കൂട്ടത്തിൽ കുറച്ച് മുന്തിരിങ്ങ അതിട്ടു. ഇപ്പം മുന്തിരിങ്ങയൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട്. ഇപ്പം ഷംലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ പായസം. പാഷംല ഭയങ്കര ഇഷ്ടമല്ലേ പായസം? ഭയങ്കര ഇഷ്ടമാണ് പായസം. കാര്യം എവിടെയൊക്കെ സദ്യക്കൊക്കെ ഭക്ഷണം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ പുള്ളി ഇടുന്ന ചോറിൻ്റെ ഒരു പായസം ഇരുന്ന് കഴിക്കും. ഏതായാലും പൈനാപ്പിൾ പായസം നമ്മൾ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പായസം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഷംല വിളിച്ചു. ഇളകി എങ്ങനെയുണ്ട് പായസം? കഴിക്കാതെ തന്നെ കാണുമ്പം തന്നെ അറിയാം, കുടിച്ചായിട്ട് തോന്നും. ചേച്ചി ഒരു കാര്യം ചെയ്യും, പായസം തലോട്ട് കൊണ്ട് വെച്ചാൽ പാത്രം കൊണ്ട് വന്നിരിക്കുക അല്ലേ? ഞാൻ ആദ്യം ഒന്ന് കുടിച്ചോട്ടെ. പൈനാപ്പിൾ പായസം എന്നാ ആയിക്കോട്ടെ, കഴിച്ചോ. മതി. കാര്യം ഇതുപോലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ, കഴിച്ചു നോക്ക്. ബാവുള്ളല്ലോ, ചൂടാക്കി. നല്ല പായസം കേട്ടോ, പൈനാപ്പിൾ പായസം, നല്ല അടിപൊളി പായസം ആണോ? അതെ. നമ്മളിപ്പോൾ സേമിയായും അല്ലെ അടപ്രഥമനും ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ പൈനാപ്പിൾ പായസം ചെയ്തിട്ടില്ല കേട്ടോ. പൈനാപ്പിൾ പായസം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ജീരകത്തിൻ്റെ ഇലക്കയുടെയും എല്ലാം ആ പൈനാപ്പിളിൻ്റെ എല്ലാം ചുവ വരുന്നുണ്ട്. നല്ല പായസമാണ്. എല്ലാവരും വെച്ചോ, ഈ ഓണത്തിന് ഇതൊന്ന് വെച്ച് നോക്കല്ലേ. അല്ല, എല്ലാവർക്കും പായസമൊക്കെ വെക്കാൻ അറിയാം. ഈ പറഞ്ഞ പൈനാപ്പിൾ പായസം ആണെങ്കിലും ശരി എല്ലാവർക്കും ഒരു വരപ്പെട്ടവർക്കൊക്കെ അറിയാം. പക്ഷേ ഈ പായസം നമ്മൾ ചെയ്ത് നമ്മുടെ ഉള്ള രീതി കേട്ടോ, അത് നിങ്ങൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പായസം വെറൈറ്റി ആയിട്ട് ഒരുപാട് പായസങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ അതൊക്കെ സാധാരണയൊക്കെ ചെയ്യുന്നതല്ലേ, പക്ഷേ പൈനാപ്പിൾ കൊണ്ടൊരു പായസം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷംല പറയുന്നുണ്ട് നല്ല അടിപൊളിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പൈനാപ്പിൾ മേടിക്കുമ്പോൾ ഒരല്പം പൈനാപ്പിൾ എടുത്ത് ഇതേപോലെ പായസം ഉണ്ടാക്കി നോക്കും, അടിപൊളിയായി.
അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.